ഇന്റലിജൻസ് റിപ്പോർട്ട് കനത്ത സുരക്ഷയ്ക്ക് നടുവിലാണ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവായി സഭയിൽ തകർത്തു കയറുമ്പോൾ മോദി കസേരയ്ക്ക് ഇളക്കം തട്ടുക മാത്രമല്ല, സഖ്യകക്ഷികൾ പോലും തോളോട് തോൾ ചേർന്ന് നിൽക്കാതിരിക്കുമ്പോൾ പിന്നെ രാഹുലിനെ പൂട്ടുക എന്ന ഒറ്റ വഴി മാത്രമായി വലതുപക്ഷത്തിന് മുന്നിലുള്ളത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഡൽഹിയിലെ വസതിക്ക് പുറത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ്. വലതുപക്ഷ സംഘടനകൾ രാഹുലിന്റെ വസതിക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. അതിനെ തുടർന്നാണ് ഈ നടപടി. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. രാഷ്ട്രപതിയുടെ പാർലമെന്റ് പ്രസംഗത്തെ തുടർന്നുള്ള ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഉയർത്തിയ പരാമർശങ്ങളാണ് വിവാദമായതും. ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവരിൽ ചിലർ രാജ്യത്തെ ആക്രമണങ്ങൾക്ക് വിദ്വേഷത്തിനും നേതൃത്വം നൽകുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്. ഇതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കൾ വിമർശനം ഉയർത്തുകയും ചെയ്തു. രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചുവെന്നും രാഹുൽ ഹിന്ദു സമുദായത്തോട് മാപ്പ് പറയണമെന്നും അമിത്ഷാ പറഞ്ഞതിനൊക്കെ പിന്നാലെയാണ് രാഹുലിന് നേരെ ആക്രമണം ഉണ്ടാവുന്നുവെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വസതിക്ക് മുമ്പിൽ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഒരു പ്ലാറ്റൂണിനെയും ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരവധി സംഘങ്ങളുമായാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും രാഹുലിന്റെ വസതിക്ക് പുറത്ത് നിരീക്ഷണം നടത്തണമെന്നാണ് ഉത്തരവ്. പ്രതിഷേധ മാർച്ചും റാലികളുമായി വലതുപക്ഷ സംഘടന ഡൽഹിയിലെത്താൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ആശങ്കപ്പെടുന്നതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. CRPF ഉദ്യോഗസ്ഥരുടെ കീഴിലുള്ള അഡ്വാൻസ് സെക്യൂരിറ്റി ലയൻസ് വിഭാഗത്തിന്റെ Z+ സുരക്ഷയാണ് പ്രതിപക്ഷ നേതാവായ രാഹുലിനുള്ളത്. രാഹുലിനെ പിന്തുണച്ച് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു. ഹിന്ദുക്കളെ അല്ല BJPയാണ് രാഹുൽ വിമർശിച്ചതെന്ന് പ്രിയങ്കയും രാഹുൽ ഹിന്ദുത്വത്തെ അവഹേളിച്ചിട്ടില്ലെന്ന് താക്കറെയും പ്രതികരിച്ചു. BJPയും RSSും മോദിയും ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അവർ രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്നും രാഹുൽ ലോക്സഭയിൽ കന്നി പ്രസംഗത്തിൽ പറയുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ സുരക്ഷയ്ക്ക് നടുവിലേക്ക് രാഹുൽ മാറുന്നത്. 24 മണിക്കൂർ